ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ് മൈ ഡിയർ സ്വത്തുകുട്ടികളെ. ഇന്ന് ഈ വീഡിയോ ഓപ്പൺ ചെയ്ത നിങ്ങളെ ഞാൻ നേരിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. നല്ല കാലം വരും. വളരെ പ്രത്യേകതയുള്ള, ഒരിക്കലും ഒരു സിനിമാ പ്രേമി മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായം പറയുന്നത് കണ്ടു. അതിലും തമിഴിലെ ഒരു പ്രശസ്ത യൂട്യൂബർ പറഞ്ഞത് അങ്ങേര് ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച സിനിമ ഇതാണെന്നാണ്. പക്ഷെ കാണുമ്പോൾ ഒരുമാതിരി മഞ്ഞു മൂടിയതുപോലൊരു പടം. അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. എന്തായാലും കുറച്ചേരം ഞാനിരുന്ന് കണ്ടു. വളരെ സാധാരണമായിട്ടാണ് കഥ പോകുന്നത്. പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ട് പൊന്നെ. അതൊരു ട്വിസ്റ്റ് അല്ല, ഒരു റിവീലിംഗാ. യഥാർത്ഥ സംഭവത്തിന്റെ റിവീലിംഗ്. പിന്നെ അങ്ങോട്ട് ഒരുപാട് കുഴഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ആകെ മൊത്തം കൺഫ്യൂഷൻ. പലരും ഈ സിനിമ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമില്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഒരുപാട് ത്രസിപ്പിക്കുന്ന കഥയാണത്. ഇതിന്റെ റൈറ്റർ എന്തായാലും സമ്മതിക്കണം. ഞാനും ഇത് ഏത് ജോണറാണെന്ന് അറിയാതെയാണ് കണ്ടത്. അങ്ങനെ തന്നെ നിങ്ങളും കണ്ടാൽ മതി, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ ഇനിയും ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കാഡോ ലേക്ക് എന്ന അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വെള്ളത്തിൽ കിടന്ന് പെടയുന്ന ഒരു മകനും അവന്റെ അമ്മയും. അവരുടെ കാർ എങ്ങനെയോ തടാകത്തിലേക്ക് വീണ് കിടക്കാണ്. രണ്ടുപേരും പെടയുന്നുണ്ട്. അതിലും ആ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് ഈ സമയത്താണ് സീഷർ വന്നിരിക്കുന്നത്. അവർ കിടന്ന് പെടയുന്നു. മകൻ അമ്മയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ സീറ്റ് ബെൽറ്റ് ഊരാൻ നോക്കുന്നു, പക്ഷെ ഊരാൻ കഴിയുന്നില്ല. അവസാനം ഒരുപാട് ശ്വാസം മുട്ടവേ ഈ പയ്യൻ വെള്ളത്തിന്റെ മുകളിലേക്ക് വരാണ്. അമ്മയെ അവിടെ തന്നെ വിട്ടിട്ട് ഇവൻ മാത്രം വെള്ളത്തിന്റെ മുകളിലേക്ക് വരേണ്ടി വന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടുത്തെ പാലത്തിൽ ഇടിച്ചിട്ടാണ് കാറ് തടാകത്തിലേക്ക് വീണിരിക്കുന്നത്. ഇവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ പയ്യൻ, അവനാണ് നമ്മുടെ ഹീറോ. അവൻ ആ തടാകത്തിൽ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവനും മറ്റൊരാളും കൂടെ ബോട്ടിലൂടെ പോകുന്ന സമയം ഈ ബോട്ട് ഏതോ ഒരു പൈപ്പിനിടയിൽ ഉടക്കും. തടാകത്തിൽ ഇപ്പോ വെള്ളം താഴ്ന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ പൈപ്പുള്ളതൊന്നും ഇവരറിഞ്ഞിട്ടില്ല. ഈ പൈപ്പ് എവിടുന്നാണ് വരണേന്ന് കൂടെ ഉള്ള ആള് ചോദിക്കുന്നുണ്ട് ഹീറോയുടെ അടുത്ത്. ഹീറോ ശ്രദ്ധിക്കുമ്പോൾ അതൊരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. വളരെ പഴയ പൈപ്പ് കണക്ഷനാണ്. അപ്പൊ ആ കൂടുള്ള ആള് എന്തായാലും ഇപ്പൊ വിട്ടേക്ക്, നമുക്ക് പിന്നീട് വന്നത് നോക്കാം, ഇപ്പൊ പോകാമെന്ന് പറഞ്ഞ് അവർ ആ കുടുക്ക് മാത്രം മാറ്റി ബോട്ടും എടുത്ത് തിരിച്ചവരുടെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴാണ് ഈ കാഡോ ലേക്കിന്റെ അപ്പർ വ്യൂ നമുക്ക് കാണിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശം, കണ്ടൽക്കാടുകളൊക്കെ ആയിട്ട് നിറഞ്ഞ ഒരു വലിയ തടാക പ്രദേശം. ഈ തടാകത്തിന് ഏറ്റവും അറ്റത്തായി വലിയൊരു ഡാമുണ്ട്. ആ ഡാമിന് മുകളിലൂടെ ഇപ്പൊ പുതിയതായി ഒരു ഹൈവേ പണിയുന്നു. ആ ഹൈവേ പണിയാൻ വേണ്ടി അവിടെ ജോലിക്കാരനായിട്ട് ജോലി ചെയ്യാണ് നമ്മുടെ ഹീറോ. ഇവരെ ഗ്രാമത്തിലാകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണത്. നമ്മുടെ മന്ത്രിമാര് പറയുന്നത് പോലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലം, ഒറ്റപ്പെട്ട സംഭവം. ഇന്ന് ആ ഗ്രാമത്തിൽ ഏതോ ഒരു മുത്തിയപ്പൻ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും അങ്ങേരെ കാണാൻ പോകാനുള്ള തിരക്കിലായിരിക്കും. ഹീറോയുടെ അച്ഛനും വരുന്നുണ്ട്. അച്ഛൻ്റെ ഒരു പഴയ കൂട്ടുകാരനാണ് ആ മുത്തപ്പൻ. അച്ഛനെ ഹീറോ ആയിരിക്കും കാറിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഒരുപാട് നാളായില്ലേ നീ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട്, എല്ലാവരെയും ഒന്ന് കാണാൻ നോക്ക്. ആ പെൺകുട്ടി വന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നീ മടിക്കൊന്നും വേണ്ട, അവൾ നിന്നെ കാണുമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഹീറോ പറയും, അവൾക്ക് എന്നെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല ഡാഡി. അതുപോലെ എനിക്ക് ബാക്കിയുള്ളവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയും ഹീറോ. എന്നിട്ട് അച്ഛനെ മാത്രം ആ മരണ വീട്ടിലേക്ക് ഇറക്കി വിടുന്നു. പോകാൻ നേരത്താണ് ഹീറോയുടെ പഴയ കാമുകി ആ വീട്ടിൽ നിൽക്കുന്ന ഹീറോ കാണുന്നത്. അവൾ വന്നിട്ടുണ്ടാവില്ല എന്നാണ് ഹീറോ വിചാരിച്ചത്. എന്നാൽ അവൾ വന്നിട്ടുണ്ട്. അവളെ കാണാതെ ഹീറോ തിരിച്ച് തന്റെ സ്ഥലത്തേക്ക് പുറപ്പെടും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു ചേച്ചിയും അനിയത്തിയും. ചേച്ചിക്ക് ഒരു 18 വയസ്സൊക്കെ കാണും, അനിയത്തിക്ക് ഒരു 8 വയസ്സ്. അവർ കടയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചവരുടെ വീട്ടിലേക്ക് പോവാം. അപ്പൊ അനിയത്തി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാത്രിയെങ്കിലും നീ നമ്മുടെ വീട്ടിൽ താമസിക്കുമോന്ന്. ചേച്ചി പറയും, ഇല്ല, ഇന്ന് രാത്രിയും ഞാൻ ക്ലാരയുടെ വീട്ടിൽ തന്നെയാ പോകുന്ന, സ്കൂളിലേക്ക് അവിടെ നിന്നാണ് അടുത്ത്, ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം. ഇതും പറഞ്ഞ് അവര് ചെറിയൊരു ബോട്ടിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ കുട്ടനാട്ടിലൊക്കെ പോവില്ല ആൾക്കാർ, അതുപോലെ അവരവരുടെ വീട്ടിലേക്ക് പോവാം. ആ സമയത്ത് അനിയത്തി പല കഥകളും പറയുന്നുണ്ട്. അവളുടെ സ്കൂൾ കഥകളും പറയുന്നുണ്ട്. വളരെ ഭംഗിയുള്ള പ്രദേശം, കാണാൻ ഇത്തിരി പേടിയുണ്ടെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലുണ്ട്. ആ സമയത്താണ് അനിയത്തി പറയുക, അവളുടെ ക്ലാസ്സിലുള്ള ഏതോ ഒരു പയ്യൻ ഈ തടാകത്തിൽ കുറച്ച് ചെന്നായ്ക്കളെ കണ്ടുവന്ന്. അവൻ തമാശ പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്നറിയില്ല, പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. ഇത് കേട്ട ചേച്ചി പറയും, ഈ തടാകത്തിലൊന്നും ഒരിക്കലും ചെന്നായ്ക്കൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് അവരുടെ സ്ഥലത്തേക്ക് എത്തി. അനിയത്തിയെ ആദ്യം പറഞ്ഞു വിട്ട് ചേച്ചി ബോട്ട് കെട്ടിവെച്ച് പുറകെ ചെല്ലാണ്. അപ്പോഴായിരിക്കും അവിടുത്തെ കുട്ടികൾ ഒരു ചത്ത മുതലയെ വെച്ച് കളിക്കുന്ന കാണുന്നു. ഇതെന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ മുതല എവിടുന്ന് കിട്ടി? ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും, അത് അങ്കിൾ ജെയ്സൺ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന്. കറക്റ്റ് പകുതി മുറിഞ്ഞൊരു മുതല. ഇതിനാരാണ് കൊന്നത്? എന്തുകൊണ്ടാണ് ഇത് പകുതി മുറിഞ്ഞു കിടക്കണമെന്ന് മനസ്സിലായില്ല.
എന്തായാലും ഒരു ചത്ത ജഡം ഇവിടെ വേണ്ട, കുട്ടികൾ അതിൽ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളാ മുതലയെ വലിച്ച് തടാകത്തിലേക്കിടും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ഹീറോയുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ അവൻ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ഏതൊരു ഡോക്ടർക്ക് വേണ്ടി കുറച്ചു നേരം കാത്തിരുന്നിട്ട് ആ ഡോക്ടർ പുറത്തു വരുമ്പോൾ ഹീറോ ചെന്നങ്ങേരെ കാണും. ഡോക്ടർ എന്തു പറ്റി പാരിസ്, നീ എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് ഹീറോ പറയും, അച്ഛൻ പറഞ്ഞനുസരിച്ച് അമ്മയ്ക്ക് എല്ലാ സമയവും സീഷർ വന്നിട്ടില്ല, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ്. അതിന് ഡോക്ടർ പറയും സീഷർ പല സമയങ്ങളിലും വരും, നമുക്കതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹീറോ, എങ്കിൽ ചെവിയിലൂടെ രക്തം വരുന്നത് എന്തുകൊണ്ടാണ്? സീഷർ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ലക്ഷണം ആരും പറയുന്നില്ലല്ലോ. അത് കേട്ട ഡോക്ടർ പറയും, മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല, അതെങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കും. അപ്പൊ ഹീറോ, അമ്മ മരിക്കുന്നതിന് മുന്നേ 6 വർഷങ്ങളായി അമ്മയ്ക്ക് സീഷർ ഇല്ലായിരുന്നു, പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതിലാണ് എനിക്ക് സംശയം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഡോക്ടർ പറയും, നിന്റെ വേദന എനിക്ക് മനസ്സിലാകും പാരിസ്, നിനക്ക് അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതിന് കുറ്റബോധമുണ്ട്, പക്ഷെ അത് നിന്റെ തെറ്റല്ല. ഒരു മോശപ്പെട്ട സമയത്താണ് അമ്മയ്ക്ക് ആ രോഗം വന്നത്, അത് മനസ്സിലാക്കുക. ഇനി ഈ കാര്യം ചോദിച്ച് നീ ഇവിടെ വരരുത്, ഞാൻ എന്തായാലും നിന്റെ അച്ഛനോട് സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകും. അത് കഴിഞ്ഞ് ഹീറോ കാർ എടുത്ത് അവൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ കാരവാൻ നിർത്തിവെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് വരും. അതും ഹീറോയുടെ സ്ഥലമാണ്. അപ്പൊ ആ സമയത്ത് ഹീറോയുടെ പഴയ കാമുകി അവളവിടെ കാത്തിരിപ്പുണ്ടാവും. ഇവൻ അങ്ങോട്ട് വരുമെന്ന് അവൾക്ക് ഉറപ്പായിട്ടും അറിയാം, അതുകൊണ്ടാണ് അവൾ കാത്തിരിക്കുന്നത്. അവളെ കാണുമ്പോൾ ഹീറോ പറയും, ഐ എം സോറി, നിന്റെ അപ്പൂപ്പന്റെ മരണച്ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, നിനക്ക് അങ്ങേരെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എനിക്കും ഇഷ്ടമായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയും. അത് കേട്ട കാമുകി, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാകും, എന്തായാലും ഞാൻ നാളെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്, അതിനു മുന്നേ നിന്നെ ഒന്ന് കാണാൻ വന്നാണെന്ന് പറയും. നീയും ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെന്ന് കേട്ടു, എവിടെയാണെന്ന് കാമുകി ചോദിക്കുക. അതിന് ഹീറോ പറയും, അതെ, ഞാനിപ്പോ ഡാമിലെ ഹൈവേ റോഡിന് വേണ്ടി ജോലി ചെയ്യാണ്, അവിടെ തന്നെയാണ് താമസം എന്ന് പറയും. അത് കേട്ട കാമുകിക്ക് സന്തോഷമായി, അവനിപ്പോ കാര്യമായി ജോലി ചെയ്യുന്നുണ്ടല്ലോ, ദാറ്റ്സ് ഗ്രേറ്റ് എന്നുള്ള പറയും. അത് കഴിഞ്ഞ് ഈ പെണ്ണ് ഹീറോ നേരത്തെ വീട് കെട്ടാൻ വേണ്ടി അതേ സ്ഥലത്ത് തന്നെ ആദ്യത്തെ കുറച്ച് ഫൗണ്ടേഷൻ പണികളും പില്ലർ പണികളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കാമുകി കടന്നു പോവുക. എന്നിട്ട് അവള് ഇത് ഏതൊക്കെ റൂമാണെന്ന് ചോദിക്കുക. അതിന് ഹീറോ പറയും, ഇത് നിന്റെ ഫ്ലോർ പ്ലാൻ തന്നെയാണ്, നിനക്കിഷ്ടമുള്ളതുപോലെ തന്നെയായിരുന്നു ഞാൻ പണിത് വെച്ചതെന്ന്. അതിലെ കിച്ചണിൽ ഒരു സെന്റർ ഏരിയ ഉണ്ട്, അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുക. അതിന് ഹീറോ പറയും, അത് ഐലൻഡ് കിച്ചൺ ആണെന്ന്. ഈ അടുപ്പൊക്കെ അടുക്കളയുടെ സെന്ററിൽ വെക്കില്ലേ, ആ സെറ്റപ്പ്. ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇതൊരു സർപ്രൈസ് ആയിരുന്നു എന്ന് ഹീറോ പറയും. അപ്പോൾ പെണ്ണുടനെ, ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പോവാ, നിനക്ക് ഇഷ്ടമല്ലേ, വേഗം കുറച്ച് തക്കാളി എടുത്തുകൊണ്ട് വാന്നും പറഞ്ഞ് അടുപ്പ് കത്തിക്കുന്നത് പോലെയും പാചകം ചെയ്യുന്നത് പോലെയും അഭിനയിച്ച് കാണിക്കും. ഹീറോ ഒരു സെക്കൻഡ് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അവള് വീണ്ടും നിർബന്ധിച്ച് പറയും കബേർഡിന്ന് കുറച്ച് സാൾട്ട് എടുക്കാൻ. അവനുടനെ സാൾട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നത് പോലെ അഭിനയിക്കുന്നു. ഇവളാണെങ്കിൽ പാചകം ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കെന്നും പറഞ്ഞ് ഒരു സ്പൂണിൽ കൊടുക്കുന്നത് പോലെ അഭിനയിച്ച് കാണിക്കും. അവനും അത് കഴിച്ചു നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുക. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വീണ്ടും നമ്മുടെ ചേച്ചിയും അനിയത്തിയും അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ. അനിയത്തി കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടെ തനിയെ ബോട്ട് എടുത്ത് പോകുന്നുണ്ടെന്ന് അച്ഛനും അമ്മയും കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി അനിയത്തിയെ ചീത്ത പറയും, ഞാൻ ഇല്ലാത്ത സമയം നീ ബോട്ട് എടുത്ത് കറങ്ങരുതെന്ന് പറയും. എന്നിട്ട് ഈ അനിയത്തി കുട്ടിയുടെ ഒരു പല്ല് ഇളകി വരുന്നുണ്ട്, അത് പറിച്ചു മാറ്റണം. ചേച്ചിയാണത് പറിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ കുടുംബക്കാരെയൊക്കെ വിളിച്ചിരുത്തി എന്തോ ഒരു പ്രയറും ഭക്ഷണ സൽക്കാരവുമാണ് ഇന്നേ ദിവസം. അതിനുവേണ്ടി എല്ലാവരും നിരന്നിരിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ ചേച്ചി, അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, ഇഷ്ടമാകുന്നില്ല ഇവിടുത്തെ പരിപാടികളൊന്നും. എല്ലി എന്നാണ് അവളുടെ പേര്. അനിയത്തിയുടെ പേര് അന്ന എന്നും. അന്ന ഈ സമയത്ത് അച്ഛന് കൊണ്ടുപോയി ചില ചത്ത പൂമ്പാറ്റകളെയൊക്കെ കാണിച്ചു കൊടുക്കും. ഇത് തടാകത്തിൽ നിന്ന് കിട്ടിയതാന്ന് പറയാണ്. അപ്പൊ ഇവരെ കൂടെ തന്നെയുള്ള കുറച്ച് അറിവൊക്കെയുള്ള ഒരു പഴയ അമ്മാവൻ അങ്ങേര് ഈ പൂമ്പാറ്റയെ കണ്ട്, ഈ പൂമ്പാറ്റകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വംശനാശം വന്നു പോയതാണല്ലോ, ഇതെങ്ങനെയാണ് നിനക്ക് കിട്ടിയെന്ന് ചോദിക്കുക. അതിന് അനിയത്തി പെണ്ണ് പറയും, അത് ആ ബോണാട് ക്രീക്കിന്റെ അവിടെ നിന്ന് കിട്ടിയതാണെന്ന്. ഇത് കഴിഞ്ഞ് ചേച്ചി അമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ പാത്രങ്ങൾ കഴുകി വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ കഴുകിക്കോളാം. ഞാൻ വിചാരിച്ചത് നിനക്ക് ഈ ഫാമിലി ഇഷ്ടമല്ലെന്നാണ്, എന്നാലും നീ വന്നല്ലോ. അത് കേട്ട മോള് പറയും, ഇതെന്റെ ഫാമിലി അല്ല, അവിടെ ഇരിക്കുന്ന ആരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരല്ല, പിന്നെ അനിയത്തിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ച് ഞാൻ വന്നേ ഉള്ളൂ. അത് കേട്ട അമ്മ പറയും, നീ എന്റെ മകളാണ്, അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലൊരു ഭാഗമാണ് നീ, അവിടെ ഇരിക്കുന്നവരെല്ലാം നിന്റെ കുടുംബക്കാർ തന്നെയാണ്. അത് കേട്ട മകളൊന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവള് പറയും, എന്റെ ഗ്രാജുവേഷന് വേണ്ടി അച്ഛനും അമ്മയുടെയും സൈൻ വേണം. അമ്മയുടെ സൈൻ എനിക്ക് കിട്ടും, പക്ഷെ അച്ഛന്റെ സൈൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് മോള് പറയുക. അത് കേട്ട അമ്മ, ഡാനിയൽ നിനക്ക് വേണ്ടി സൈൻ ചെയ്യും, ഡാനിയൽ അല്ലേ നിന്നെ വളർത്തിയത്, അങ്ങേർക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. ഡാനിയൽ അമ്മയുടെ 2ാം ഭർത്താവാണ്. അതിന് മോള് പറയും, എന്റെ പേരിൽ
പേരിന് പുറകിലുള്ളത് ആരാണോ അങ്ങേരാണ് എൻ്റെ അച്ഛൻ. പുള്ളിയാണ് സൈൻ ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ റൂൾ എന്ന് പറയാണ്. അത് കേട്ട ഉടനെ അമ്മയ്ക്ക് ദേഷ്യം വരും. നീ എന്തിനാണിപ്പോ ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മോള് പറയാണ്, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, കാര്യമാണ് പറഞ്ഞത്. എന്റെ പേരിന് പുറകിൽ ആരാണോ ഉള്ളത് അതല്ല എൻ്റെ അച്ഛൻ. അങ്ങേരെ കാണാണ്ട് ഒരുപാട് ദിവസമായി. അത് ശരിയാണ്. ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്നുള്ളതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അത് കേട്ട അമ്മ പറയും, ഇതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കണ്ട. നിന്റെ സ്കൂളിലേക്ക് ഞാൻ വേണമെങ്കിൽ വിളിച്ചോളാം. കിച്ചണിലെ പണി കഴിഞ്ഞല്ലോ, നീ ഇനി അവിടെ എന്തെങ്കിലും പോയി നോക്കുന്നു പറഞ്ഞ് അവളെ പോകാൻ പറയാം അമ്മ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയും കാമുകിയും അവര് തമ്മിൽ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പൊ ബെഡ്റൂമിൽ വന്ന് മെത്ത പരിശോധിക്കുക. അപ്പോഴായിരിക്കും ഹീറോ പറയുക, അമ്മയുടെ മരണശേഷം ഞാൻ അത്ര ഹെൽത്തി അല്ലായിരുന്നു. എനിക്ക് പിന്നീട് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ആ അവസ്ഥയിൽ നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാറിപ്പോയത്. എനിക്കറിയായിരുന്നു നീ ഹോസ്റ്റലിലേക്ക് മാറിപ്പോകുമെന്ന്. ഞാനൊരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ലെന്ന് വെച്ചിട്ടാ പിന്നെ നിന്നെ കാണാതിരുന്നു. അത് കേട്ടിട്ട് കാമുകി പറയും, എനിക്കറിയാം നിനക്കുണ്ടായ അപകടം, അതിനെ നിനക്ക് മറികടക്കാൻ കഴിയില്ല. അത് നിന്നിലൊരു ഭാഗമാണ്. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് നീ എന്നെ മാറ്റി നിർത്തരുത്, എന്നെ വിട്ട് അകന്നു പോകരുത്. ഇതൊന്നും നിന്റെ തെറ്റല്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അത് കേട്ട് ഹീറോ പറയും, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. ഇതും പറഞ്ഞവൻ കാമുകിയെ ചുംബിക്കുകയാണ്. അപ്പത്തേക്ക് സീൻ മാറ്റിക്കളഞ്ഞു. അത് കഴിയുമ്പോൾ ഇവിടെ ചേച്ചിയും അനിയത്തിനെയുമാണ് കാണിക്കുന്നത്. അതിൽ അനിയത്തി ഞാനിത് അമ്മയുടെ ബോക്സിൽ നിന്ന് കണ്ടുപിടിച്ചാന്നും പറഞ്ഞ് ഒരു ലോക്കറ്റുള്ള മാല കാണിക്കും. അത് അനിയത്തി ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അനിയത്തി പറയാണ്, അമ്മ എന്നെ ദത്തെടുക്കാൻ പോവാത്രേ, അതേപോലെ അച്ഛൻ നിന്നെയും ദത്തെടുക്കുകയാണെന്ന് പറഞ്ഞു. നിനക്കതിന് സമ്മതമാണോ? ഇത് കേട്ട ചേച്ചി ചോദിക്കും, നിന്റെ ശരിക്കുള്ള അമ്മയെ നിനക്ക് വേണ്ടേ? നീ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലെന്നാ? അതുകൊണ്ടാണോ എൻ്റെ അമ്മ നിന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞത്? അത് കേട്ട അനിയത്തി പറയാണ്, എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നില്ല, ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. അമ്മയുടെ കൂടെ, അച്ഛൻ്റെ കൂടെ, നിന്റെ കൂടെ എനിക്കിവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഇതില് ഈ ചേച്ചിയുടെ അമ്മയാണ്, അതായത് എല്ലിയുടെ അമ്മയാണ് സെലസ്തീൻ, ഇവിടുത്തെ അമ്മ. അനിയത്തി അന്നയുടെ അമ്മ വേറെ ഏതോ നാട്ടിലാണുള്ളത്, ഒറിജിനൽ അമ്മ. അന്നയുടെ അച്ഛൻ രണ്ടാമതായിട്ട് സെലസ്തീനെ, എലിയുടെ അമ്മയെ കല്യാണം കഴിച്ചു. ഇങ്ങനെയാണ് ഇവര് കുടുംബമായിരിക്കുന്നത്. എന്നാൽ ചേച്ചിക്കും അനിയത്തിക്കും തമ്മിൽ പരസ്പരം നല്ല സ്നേഹമാണ്. നീ എന്താ ഈ തെരയണേന്ന് അനിയത്തി ചോദിക്കുമ്പോൾ ചേച്ചി അവളുടെ പ്രധാനപ്പെട്ട എന്തോ ഒരു സാധനം ബെഡ്റൂമിൽ കയറി തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്ന് പറയുന്നില്ല. അപ്പൊ ആരോ കതകി മുട്ടുന്നുണ്ട്. എലി കതക് തുറക്കുന്നില്ല. പെട്ടെന്നായിരിക്കും അമ്മ കതക് തല്ലി തുറന്നിട്ട് അകത്തേക്ക് വരുന്നു. നീ എന്താടി ഈ കാണിക്കണേന്ന് അമ്മ ചോദിക്കുമ്പോൾ മോള് പറയും, അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുകയാണെന്ന്. അത് കേട്ട ഉടനെ അമ്മ ദേഷ്യപ്പെട്ട്, നിനക്കിപ്പോ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കണം. അതെനിക്ക് മനസ്സിലായി. ഇവിടെയുള്ള ആരും നിന്റെ കുടുംബക്കാരല്ല, അതാണ് നീ പറഞ്ഞു വരുന്നത്. ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ രണ്ടാനച്ഛൻ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ദയവേത് ഒച്ച വെക്കല്ലേ, അത് നമുക്ക് മാനക്കേടാണെന്ന് പറയാ. അപ്പൊ എല്ലി എഴുന്നേറ്റ്, ആർക്കും ഞാനൊരു മാനക്കേട് ഉണ്ടാക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം, അതല്ലേ നിങ്ങൾക്ക് വേണ്ടേന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാ. അപ്പൊ അനിയത്തിക്കുട്ടിയും പോകല്ലേ, ഞാനും വരുന്നുണ്ട്, എന്നെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. മമ്മി അവളെ പോകാൻ അനുവദിക്കില്ല. എന്നിട്ട് എലി ചെന്ന് ബോട്ട് എടുക്കാൻ നേരം ആ രണ്ടാനച്ഛൻ പുറകെ ചെന്ന്, നീ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല, ഇത് നിന്റെയും കൂടി വീടാണ്, നീ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, നാളെ കാലത്ത് നീ വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ സമയത്ത് പോവുകയാണെങ്കിൽ സൂക്ഷിക്കണമെന്നും കൂടെ പറയും. അത് കേട്ട എലി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അറിയുന്ന പാതയല്ലേ, ഞാൻ സേഫായിട്ട് പോയിക്കോളാന്നും പറഞ്ഞ് ബോട്ട് എടുത്ത് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ തന്റെ കാമുകിയെ സ്നേഹിച്ചൊക്കെ കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാണ്. ആ സമയത്ത് ഇവന്റെ പട്ടി ഈ തടാകം നോക്കി ഒരുപാട് കുരയ്ക്കുന്നു കാണും. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവൻ പുറകെ ചെന്ന് പട്ടിയോടൊപ്പം തടാകത്തിലേക്ക് നോക്കുന്നു, ഒന്നും കാണുന്നില്ല. ആ നേരത്ത് ഇവിടെ എലിയുടെ ബോട്ട് ഏതോ മരത്തിലുടക്കി അവള് തടാകത്തിന് നടുവെ കുടുങ്ങിപ്പോവാ, അനങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ഹീറോ ആണെങ്കിൽ പട്ടിയെ സമാധാനിപ്പിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. ദൂരെ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അവന് ശബ്ദങ്ങൾ കേൾക്കുന്ന അതേ സമയത്ത് എലിക്കും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. രണ്ടുപേരും പേടിക്കുന്നുണ്ട്. ആ നേരത്ത് എലിയുടെ കുറച്ചകലെയായി കുറേയധികം ചെന്നായ്ക്കൾ വെള്ളത്തിന് മീതെ നടന്നു പോകുന്നതായിട്ട് ഇവള് കാണുന്നുണ്ട്. അവിടെ അധികം ആഴമൊന്നുമില്ല. ആ ഭാഗത്തൂടെയാണ് ഈ ചെന്നായ്ക്കൾ നടന്നു പോകുന്നത്. ഈ ഭാഗത്തൊന്നും തന്നെ ചെന്നായ്ക്കൾ ഇല്ലാത്തതാണ്. എന്തായാലും കുറച്ചു കഴിയുമ്പോൾ ഇവൾ ആ ബോട്ടിന്റെ തടസ്സം മാറ്റി കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ കൂട്ടുകാരിയുടെ വീട്ടിലാണ് കുറച്ചു നാളായിട്ട് ഇവള് താമസിക്കുന്നത്. ആ ചെന്നായ്ക്കളെ കണ്ട കാര്യം ഇവള് കൂട്ടുകാരിയോട് പറയും. അനിയത്തിക്ക് ആ പൂമ്പാറ്റകളെ കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് ഇവള് ചെന്നായ്ക്കളെയും കണ്ടത്. ഈ തടാകം ഭയങ്കര മിസ്റ്ററി ആണല്ലോ എന്ന് അവള് കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. കൂട്ടുകാരിയാണെങ്കിൽ അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവളുടെ ഏതോ ബോയ് ഫ്രണ്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എലി ആ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടിന് ഇപ്പോൾ അകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ. അതിന്റെ വിഷമത്തിലാണ് അവള്. നീ നാളെയും ഇവിടെ ഉണ്ടാകുമോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. എലി അതിന് മറുപടി ഒന്നും പറയില്ല, മിണ്ടാതെ കിടക്കും. പിറ്റേന്ന് കാലത്ത് തന്നെ എലിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരുന്നു. അവസാനം ഫോൺ എടുത്ത് നോക്കുമ്പോൾ കുറച്ചധികം വോയിസ് മെസ്സേജുകൾ കാണും. അതില്, അമ്മ ഇന്നലെ മുതൽ അന്നയെ കാണുന്നില്ല, അനിയത്തിക്കുട്ടിയെ കാണുന്നില്ല, അവളെങ്ങാനും നിന്റെ കൂടെ വന്നിട്ടുണ്ടോ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇവളുടെ അടുത്ത്. എലിയാണെങ്കിൽ ഇന്നലെ തനിച്ചാ വന്നത്, അന്യ എവിടെ പോയിന്നറിയില്ല, ഇവൾ ഉടനെ പുറപ്പെടും, വീട്ടിലേക്ക് പുറപ്പെടും. ആ സമയത്ത് ഇവിടെ ഹീറോ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കൂടെ ബോട്ടിൽ നേരത്തെ കണ്ട പൈപ്പുകളില്ലേ, അതൊക്കെ തടാകത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി വന്നിരിക്കുക. ആ പഴയ പൈപ്പുകൾ. ഈ പൈപ്പ് കുറച്ച് അകലെ പോകുന്നുണ്ട്. അതിന്റെ ഉറവിടം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹീറോ ആ പൈപ്പിനെ ഫോളോ ചെയ്തു പോകും. ഈ നേരത്തെ എലി
അവളെ വീട്ടിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ബോട്ടിലൂടെ. ആ സമയത്ത് തന്നെ അമ്മയെ വിളിച്ച് ഇവള് ഞാൻ അനിയെ കണ്ടിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇന്നലെ വന്നത്, എന്നെ അവള് ഫോളോ ചെയ്ത് വന്നിട്ടില്ല, ഞാൻ എന്തായാലും ഇപ്പൊ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. വരുന്ന വഴിയെ ആ രണ്ടാനച്ഛന്റെ അനുജനെയും എലി കാണുന്നുണ്ട്. അങ്ങേരാണെങ്കിൽ തൊട്ടടുത്തുള്ള ഐലൻഡിൽ കൂടെ ഞാൻ ചെന്ന് അന്നയെ പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇവരെ ബോട്ടും കെട്ടിവെച്ച് നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അന്നയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുക. അപ്പൊ അമ്മ പറയും, എനിക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്, നീ ചെന്ന് ഡാനിയിലോട് ചോദിക്കുന്നു പറയും രണ്ടാനച്ഛനോട്. ആ നേരത്ത് രണ്ടാനച്ഛൻ വീടിനകത്ത് കയറി വന്ന് നമ്മുടെ 2 ബോട്ടിൽ ഒരു ബോട്ട് എടുത്തിട്ടാണ് കുഞ്ഞു പോയിട്ടുള്ളത്. രണ്ടാമത്തെ ബോട്ട് എലി എടുത്തിരുന്നു. ആ ബോട്ട് എവിടെയെന്ന് രണ്ടാനച്ഛൻ ചോദിക്കും. എലി പറയാണ്, ഞാനത് ഡോക്കിൽ കെട്ടിവെച്ചിട്ടുണ്ട്, നിങ്ങളത് അവിടെ ചെന്ന് എടുത്തോന്ന്. രണ്ടാനച്ഛൻ പരിശോധിക്കുമ്പോൾ ഡോക്കിൽ ഇവള് വന്ന ബോട്ട് കാണുന്നില്ല. ഇവളോട് ചോദിക്കുമ്പോൾ എലി പറയും, ഞാനിത് ഇവിടെ കെട്ടിയിട്ടതാ, എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല, നിങ്ങളുടെ അനുജൻ കൂടെ എന്നെ കണ്ടതായിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, അതാരെങ്കിലും എടുത്തതായിരിക്കും. അതിന് രണ്ടാനച്ഛൻ, നീ മനുഷ്യരെ കുരങ്ങ് കളിപ്പിക്കരുത്, സത്യം പറ, നീ എന്താണ് ചെയ്തത്, ആ ബോട്ട് എവിടെ, നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എലി? അപ്പൊ എലിയാണെങ്കിൽ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കരയായിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോ ഈ പഴയ പൈപ്പ് ഫോളോ ചെയ്ത് വന്ന് അതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അതൊരു പഴയ പമ്പ് ജാക്കിൽ നിന്നാണ് വരുന്നത്. ഈ കാര്യം ഹീറോ വോക്കി ടോക്കിയിലൂടെ തന്റെ കൂട്ടുകാരനെ വിളിച്ചറിയിക്കുക. പക്ഷെ കോള് പോകുന്നില്ല, സിഗ്നൽ കിട്ടുന്നില്ല. എന്തായാലും ആ പമ്പ് ജാക്ക് പരിശോധിക്കാന്നും പറഞ്ഞ് ഹീറോ മുന്നോട്ട് നടക്കും. പെട്ടെന്നുണ്ട് കാൽ വെക്കുന്ന ഭാഗത്ത് ഒരു അദൃശ്യമായ പവർ ഇവന് ഫീൽ ചെയ്യും. ഒരു സെക്കൻഡ് ഒന്നും കേൾക്കില്ല, ചെവിയിലൂടെ രക്തവും വരുന്നുണ്ട്. അവനാകെ പതറിപ്പോകും, കൈ വരയ്ക്കാൻ തുടങ്ങും, സീഷർ വന്നതുപോലെ. ഇവനുടനെ പുറകിലേക്ക് നടക്കുക. അപ്പൊ അവിടെ കൂടെ വന്ന ആള് ബോട്ട് കുടുങ്ങിയിട്ട് ഹീറോയെ വിളിക്കുന്നുണ്ടാവും. കുറേയധികം വേസ്റ്റുകളും ഈ വെള്ളത്തിൽ കിടപ്പുണ്ട്. അത് എവിടുന്നാ വന്നതെന്നറിയില്ല. എന്താ പറ്റിയതെന്ന് ആ കൂടുള്ള ആള് ചോദിക്കുമ്പോൾ ഹീറോ മറുപടി ഒന്നും പറയില്ല. അപ്പൊ അയാളാണെങ്കിൽ വണ്ടിയുടെ മോട്ടറിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട്, നീ അതൊന്ന് പരിശോധിക്കുന്നു പറയാ. ഹീറോ നോക്കുമ്പോൾ ഒരു തുണി കുടുങ്ങി കിടപ്പുണ്ടാവും. ആ തുണി മാറ്റവേ ഒരു പഴയ ചെയിൻ ഹീറോയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. 69 എന്ന ലോക്കറ്റുള്ള ഒരു ചെയിൻ. അത് എവിടെയോ ഹീറോ കണ്ടതാണ്. അത് അവൻ എടുത്തു വെക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ എലിയുടെ വീട്ടിലേക്ക് വീണ്ടും വരുന്നു. അന്നയെ കാണാത്തോണ്ട് കുറച്ച് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവർ അന്നയെ പറ്റിയുള്ള ഐഡന്റിഫിക്കേഷൻസ് ചോദിക്കുക. അതിൽ എലി പറയും അന്നയുടെ ഒരു പല്ലും പോയിട്ടുണ്ടെന്ന്, മുന്നിലത്തെ ഒരു പല്ലും പോയിട്ടുണ്ട്, പിന്നെ അവളുടെ വസ്ത്രത്തിന്റെ നിറം ഗ്രേ ആണെന്നും പറയും. ഈ സമയത്താണ് ആ നാട്ടിലെ ഷെരീഫ് അങ്ങോട്ട് വരുന്നത്. പുള്ളിക്കാരൻ പറയും, ഒരുപാട് പോലീസുകാരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അന്ന അമ്മയുടെ സ്വന്തം മോളല്ലാത്തോണ്ട് തന്നെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ് ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോവാ. കാരണം അമ്മയ്ക്കെതിരെ പണ്ടൊരു കേസുണ്ട്, എലിയെ നേരാവണ്ണം സ്കൂളിലേക്ക് വിട്ടില്ല എന്നുള്ള കേസ്. അതുകൊണ്ട് ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ആൾക്കാർ അമ്മയെ ചോദ്യം ചെയ്യുമെന്ന് ഷെരീഫ് പറയാണ്. അത് കേട്ട് എലി പറയും, അച്ഛൻ ഞങ്ങളെ വിട്ടുപോയ സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ സ്കൂളിൽ വിടാൻ കഴിയാതിരുന്നത്, അല്ലാതെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് രണ്ടാനച്ഛൻ പറയും, എന്റെ കുഞ്ഞുമോള് മിസ്സായി പോയിരിക്കുക, അപ്പോഴാണ് ഈ അനാവശ്യമായ കേസുമായിട്ട് നിങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ അറിയുന്നതല്ലേ, എന്റെ മോൾ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അമ്മ അപ്പോഴേക്കും സങ്കടപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോവാ. വീണ്ടും ഹീറോയിലേക്ക് വന്നാൽ ഹീറോ അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് മരിച്ചുപോയ അമ്മയുടെ പഴയ സാധനങ്ങളൊക്കെ പരിശോധിക്കുകയായിരിക്കും. അതില് ഇങ്ങേർക്ക് ലേക്കിന്ന് കിട്ടിയ അതേപോലത്തെ ഒരു ലോക്കറ്റുള്ള മാല അമ്മയുടെ കയ്യിലും ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലത്തെ മാല. അപ്പോഴായിരിക്കും അച്ഛൻ വരുന്നത്. അച്ഛൻ വന്നിട്ട് നീ എന്താ ഇവിടെ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയും, എനിക്ക് അമ്മയുടെ മെഡിക്കൽ റെക്കോർഡ്സ് വേണം, അന്ന് പരിശോധിക്കാനുണ്ടെന്ന്. ഇത് കേൾക്കുമ്പം അച്ഛന് വിഷമാവാണ്. അച്ഛൻ പറയും, എല്ലാത്തിനും ഒരു കാലയളവുണ്ട്, നീ അത് വിട്ടുകളയേണ്ട സമയമായി, അവളെ ഞാനും മിസ് ചെയ്യുന്നുണ്ട്, ഇനിയും അവളുടെ ഓർമ്മ കാരണം നീ കഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ റെക്കോർഡ്സ് എല്ലാം എടുത്ത് കളഞ്ഞു. ഇത് കേട്ട് ഹീറോ പറയും, അമ്മയുടെ ട്രീറ്റ്മെന്റിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനച്ഛൻ, നീ ആ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ഇനി വരണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ വീട്ടിൽ നിന്ന് പോകാൻ പറയാം. ഹീറോ ആ 2 മാലകളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടുന്ന് എലിയുടെ അടുത്തേക്ക് വന്നാൽ എലിയാണെങ്കിൽ നാട്ടുകാരോടൊപ്പം പോലീസുകാരോടൊപ്പം അനിയത്തിക്കുട്ടി അന്വേഷിച്ച് തടാകം മൊത്തം കറങ്ങി നടക്കുക. ഇപ്പൊ തടാകത്തിലെ വെള്ളമാണെങ്കിൽ ഒരുപാട് താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണ്. പല ഭാഗത്തേക്കും ഇവർക്ക് പോകാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. ഹീറോ ഈ 2 മാലകളും അവന്റെ കാമുകിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന് തടാകത്തിലുണ്ടായ അനുഭവം എല്ലാം പറഞ്ഞ് അവൻ ആ ഇൻവിസിബിൾ ലെയറിൽ ചവിട്ടിയില്ലേ ആ സ്ഥലത്തേക്ക് ഈ കാമുകിയെ വിളിച്ചുകൊണ്ട് പോകും. ഇപ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ അവന് നേരത്തെ ഉണ്ടായ അനുഭവം ഉണ്ടാവുന്നില്ല. ഇവിടെ വെച്ചാണ് അത് സംഭവിച്ചത്. ഇപ്പെന്തോ അതുപോലെ നടക്കുന്നില്ല, എനിക്കും അമ്മയെപ്പോലെ സീഷർ വന്നിരുന്നു എന്ന് ഹീറോ പറയാണ്. ഈ കഥയിൽ ഹീറോയുടെ ഭാഗവും നമ്മുടെ എല്ലി പെൺകുട്ടിയുടെ ഭാഗവും തുടർച്ചയായി മാറി മാറി കാണിക്കും. അതുകൊണ്ട് കൺഫ്യൂസ് ആവണ്ട, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. വീണ്ടും എല്ലിയുടെ അടുത്തേക്ക് വന്നാൽ പോലീസുകാർക്ക് അനിയത്തിക്കുട്ടിയുടെ ബോട്ട് കണ്ടുകിട്ടി, അന്ന പോയിരുന്ന ബോട്ട്. അതിലെ ഒരു ലൈഫ് ജാക്കറ്റ് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അനിയത്തിക്കുട്ടി ആ ലൈഫ് ജാക്കറ്റും ധരിച്ചിരിക്കണം. ആ ജാക്കറ്റിന്റെ കളറ് ഓറഞ്ച് ആണെന്ന് എല്ലി പോലീസുകാരോട് പറയും. വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ അവിടെ ഹീറോ അപ്സെറ്റ് ആയിരിക്കുന്ന കണ്ടിട്ട് കാമുകി, നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെല്ലാരും ചേർന്ന് ബോട്ട് ഓടിച്ചു പോയില്ലേ, അന്ന് വെള്ളം വളരെ കുറവായിരുന്നു, നമ്മുടെ 3 ബോട്ടുകളും കുടുങ്ങി, നീയാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തിയത്, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അവള് പഴയ
പഴയ ഓർമ്മകൾ കൊണ്ടുവരാൻ ശ്രമിച്ച അപ്പോഴായിരിക്കും ഹീറോ മറ്റൊന്ന് ചിന്തിക്കുക. ഇപ്പം എങ്ങനെയാണോ തടാകത്തിൽ വെള്ളം കുറഞ്ഞിട്ടുള്ളത് അതേപോലെ ഹീറോയുടെ ചെറുപ്പത്തിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. 99-ൽ ഈ സമയത്ത് എലിയെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ നേരം അമ്മ പറയും, നീ ഇത് എന്റെ കുടുംബമല്ല, എന്റെ കുടുംബമല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് അനിയത്തിയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന എന്താ? അവള് നീ ഇറങ്ങിപ്പോയപ്പോ എത്ര സമയം ഇരുന്ന് കരഞ്ഞെന്നറിയോ? നിനക്കത് കാണാൻ പറ്റുന്നില്ല. അവള് നിന്നെ ഫോളോ ചെയ്താ വന്നത്, നീ കാരണമാണ് അവളിപ്പോ കാണാതായത്. ഇത് കേട്ട് എലി പറയും, ഞാൻ കാരണമല്ല, നിങ്ങൾ ചിലപ്പോൾ അവളെ തല്ലിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്വഭാവം എനിക്ക് അറിയുന്നതല്ലേ, നിങ്ങൾ കാരണമാണ് അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. ഇതും പറഞ്ഞ് അമ്മയും മോളും തമ്മിൽ വഴക്കാവുന്നു. അമ്മ പെട്ടെന്ന് വണ്ടി നിർത്തി, എനിക്കിപ്പോൾ നിന്റെ കൂടെ യാത്ര ചെയ്യാൻ വയ്യ, ഇറങ്ങി നടന്നു വായോന്നും പറഞ്ഞ് അവളെ റോഡിൽ ഇറക്കി വിട്ട് വീട്ടിലേക്ക് കാർ ഓടിച്ചു പോകും. കട്ട് ചെയ്താൽ ഹീറോ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടുന്ന് ഈ ലേക്കിന്റെ പഴയ റിപ്പോർട്ടുകൾ എടുക്കുകയാണ്. അതിൽ ഈ തടാകത്തിൽ വെള്ളം കുറഞ്ഞ സമയങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. പല വർഷങ്ങളായിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഹീറോ ഉടനെ കാമുകിയെ വിളിച്ചിട്ട് എപ്പോഴൊക്കെയാണോ തടാകത്തിൽ വെള്ളം കുറഞ്ഞിട്ടുള്ളത് ആ സമയത്തൊക്കെയാണ് അമ്മയ്ക്ക് സീഷർ വന്നിട്ടുള്ളത്. ആ 2 റിപ്പോർട്ടും ഹീറോയുടെ കയ്യിലുണ്ടാവും. ഇതെല്ലാം അവൻ തെളിവ് സഹിതം കാമുകിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ കാമുകിയാവട്ടെ, നീ ഈ കാര്യത്തിൽ ഒരുപാട് ഒബ്സസ്ഡ് ആണ്. നിന്റെ ജീവിതം വേണ്ടെന്ന് വെച്ച് നീ അമ്മയുടെ ഹിസ്റ്ററി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അവര് മരിച്ചുപോയി എന്നുള്ളത് നീ ഇനി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നീ കാരണമല്ല അത് സംഭവിച്ചത്, അത് മനസ്സിലാക്കുക. മരിച്ചുപോയ നിന്റെ അമ്മ പോലും ഇത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നിനക്ക് മുന്നിലൊരു ജീവിതമുണ്ട്. ഞാൻ ഹൂസ്റ്റണിലേക്ക് തിരിഞ്ഞു പോയിട്ടില്ല, അതിന് കാരണം നീയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉള്ളത്, അതുപോലും നീ ശ്രദ്ധിക്കുന്നില്ല. ഇത് കേട്ട ഹീറോ, ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ നിൽക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ എല്ലിയുടെ അടുത്തേക്ക് വരാണ്. എല്ലി അമ്മ അപ്സെറ്റ് ആയിരിക്കുന്ന കണ്ടിട്ട് അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അന്നെ എന്തായാലും തിരിച്ചു വരും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയാണ്. അത് കേട്ട് അമ്മ പറയും, ഒരുപക്ഷെ അവൾ തിരിച്ചു വരാതിരുന്നാലോ? അപ്പൊ എന്താ ചെയ്യാ? എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതിന് എലി, അച്ഛൻ കാണാതായി തിരിച്ചു വന്നില്ല എന്നതുകൊണ്ട് മാത്രം അന്നയും തിരിച്ചു വരാതിരിക്കില്ല. പിന്നെ അച്ഛൻ മിസ്സായി പോയതുകൊണ്ട് അച്ഛൻ നമ്മളെ ഒഴിവാക്കിയതാണെന്ന് നിങ്ങൾ മുൻവിധിക്കാൻ പാടില്ല. അങ്ങേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇത് കേട്ട് അമ്മ പറയും, അങ്ങേര് മിസ്സായി പോയതല്ല, ഞാൻ ഇത്രയും കാലം നിന്നോട് പറയാത്തതായിരുന്നു. നിന്റെ അച്ഛൻ നമ്മളെ വിട്ടുപോയതാ, നിന്നെയും എന്നെയും വേണ്ടെന്ന് വെച്ച് പോയതാ, മറ്റൊരു സ്ത്രീക്ക് വേണ്ടി. ആ സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു, അവളുമായിട്ട് വഴക്കിട്ടിരുന്നു. അവളോട് ഞാൻ കരഞ്ഞു പറഞ്ഞതാ അച്ഛനെ തിരിച്ചയക്കാൻ. അവൾ കേട്ടില്ല, എന്നെയും ചീത്ത പറഞ്ഞ് എന്റെ അടുത്ത് അടിയുണ്ടാക്കി അവൾ ഇറങ്ങിപ്പോയി. നീ അന്ന് കുഞ്ഞായിരുന്നു, നിന്നെക്കുറിച്ചെങ്കിലും നിന്റെ അച്ഛനോട് ഞാൻ പറയാൻ പറഞ്ഞു. പക്ഷെ അതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ അച്ഛൻ തിരിഞ്ഞു വന്നിട്ടില്ല. എന്നോട് ക്ഷമിക്കേ, നീ വേദനിക്കും എന്നുള്ളത് കൊണ്ടാണ് നിന്നോട് ഇത്രയും കാലമായിട്ട് ഞാനിത് പറയാത്തത്. ഇത് കേട്ട ഉടനെ എലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഒന്നും മിണ്ടാതെ അടുത്ത മുറിയിൽ ചെന്നിരുന്നവള് കരയാണ്, പാവം പെണ്ണ്. അത് കഴിഞ്ഞവള് വേഗത്തി ബാഗും ടോർച്ചും എടുത്ത് അനിയത്തിയുടെ തിരിച്ചു കിട്ടിയ ബോട്ടുമായി അനിയത്തി അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ആരോടും ഇവള് പോണ കാര്യം പറയില്ല. പോലീസാണെങ്കിൽ തടാകത്തിലേക്ക് ഇപ്പൊ ആൾക്കാരോടൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെയാണ് നമ്മുടെ പെണ്ണ് പോകുന്നത്. ഒരു പൊട്ടിയ പാലം കഴിഞ്ഞിട്ടാണ് ആ സ്പോട്ട് വരുന്നത്. അതായത് അനിയത്തിക്കുട്ടിക്ക് ചത്ത പൂമ്പാറ്റകളെ കിട്ടിയില്ലേ, ആ സ്പോട്ട് വരുന്നത്. അവിടെ ആയിരിക്കും ചേച്ചി അന്വേഷിച്ച് പോവുക. അവിടെ ഇപ്പോൾ പതിവിലും വളരെ താഴത്തായിരിക്കും വെള്ളം ഉണ്ടാവുക. സോ ഇവൾക്ക് അന്വേഷിച്ച് നടക്കാൻ പറ്റും. കുറേ അധികം ചുറ്റും അന്നയുടെ പേരും വിളിച്ച് നടന്നിട്ടും പെൺകുട്ടിയെ കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എലി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സന്ധ്യയായിട്ടുണ്ട് സമയം. തിരിച്ചു വരുന്ന വഴിയെ മൊബൈൽ മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ആ സമയത്ത് തന്നെ ബോട്ട് എവിടെയോ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇവള് ബോട്ട് നേരാക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും പോലീസുകാരുടെ ബോട്ട് റൗണ്ട്സിന് അങ്ങോട്ട് വരുന്നത്. അവരുടെ കണ്ണിൽപ്പെട്ട കുഴപ്പമാവെന്ന് മനസ്സിലാക്കി പെണ്ണൊരു മരത്തിന് പിറകിലായിട്ട് ഒളിച്ചു നിൽക്കുക. എന്നാൽ ആ പോലീസുകാരുടെ ബോട്ട് തൊട്ടടുത്തേക്ക് വരുന്നുണ്ട്. അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഇവള് വീണ്ടും കാടിനകത്തേക്ക് ഓടിപ്പോവും. അങ്ങനെ ഓടവേ ഒരു ഇൻവിസിബിൾ ലെയർ ഇവള് താണ്ടി ചെല്ലുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അങ്ങനെ 2 ലെയർ താണ്ടിപ്പോയി. ഇപ്പൊ മൊത്തം ഇരുട്ടാ. പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് ഇവള് കയ്യിലുണ്ടായിരുന്ന ഫോൺ ബോട്ടിൽ തന്നെ മറന്നുവെച്ചു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഇവള് പുറത്തേക്ക് നടന്നു വരുമ്പോ പെട്ടെന്ന് നല്ല വെളിച്ചം. ഇരുട്ടെല്ലാം മാറി നല്ല വെളിച്ചമായിട്ടുണ്ട്. ഒരാള് ദൂരെ മീൻ പിടിക്കുന്ന കാണാം. ഇവള് കൈ വീശി കാണിച്ച് അയാളെ വിളിക്കും. തന്റെ ബോട്ട് കുടുങ്ങിപ്പോയതാ, എനിക്ക് വീട്ടിലേക്ക് പോണെന്ന് പറയും. ആ സ്നേഹമുള്ള മനുഷ്യൻ എല്ലിപ്പെണ്ണിനെയും കൊണ്ട് അവളുടെ സ്ഥലത്തേക്ക് ബോട്ട് ഓടിച്ച് പോവാണ്. ബോട്ട് ഇറങ്ങിയ പെണ്ണ് പുള്ളിയോട് നന്ദിയും പറഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലും. അപ്പൊ അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. നീ ഇത്ര നേരം എവിടെയായിരുന്നു? അന്നയെ കാണാതായി നിനക്കറിയില്ലേ? ഡാനിയൽ പുറത്തുണ്ട്. അങ്ങേരോട് ചോദിക്കി അവളെപ്പറ്റി വിവരം വല്ലതും കിട്ടിയോന്ന്. ഇവള് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് വിൻഡോയിലൂടെ ഒരു ഞെട്ടിത്തരിക്കുന്ന സംഭവം കാണുന്നത്. ഇപ്പോഴാണ് ഈ സിനിമയുടെ അവസ്ഥ എനിക്ക് മനസ്സിലായത്.